இருவிழி சிவந்திருக்க இதழ் மட்டும் வெளுத்திருக்க அழகிய ரகுவரனே அனுதினமும் நின்னு கோரி வர்ணம் வர்ணம் இசைகிட என்னை தேடி வரணும் മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 113 പവർഡ് ബൈ കിച്ചൺ ട്രഷേഴ്സ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കൃഷ്ണ, ഡോക്ടർ റോണി. സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്ന എന്റെ ഓരോ ചാൻസുകളും നീയും ഇവിടെ കൂടെ തട്ടിയെടുത്തോളാ. നീ നിന്നെ അച്ഛാ നന്ദിയുണ്ട്, അച്ഛാ നന്ദിയുണ്ട്. എനിക്ക് എന്തെങ്കിലും അസുഖമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഒന്നും ചെയ്യരുത്. ഓപ്പണായിട്ട് ഞാൻ പറയാം, നല്ല കൂട്ടിട്ടുള്ള സമയത്തുള്ള ആൾക്കാർ പോലും ഒരു മോശം സമയത്ത് ആരും വിളിച്ചാൽ ഫോൺ പോലും എടുക്കില്ല. ആദ്യത്തെ താരത്തിനെ പറ്റി പറയുവാനാണെങ്കിൽ ഈ താരം ഉദിച്ചുയർന്നിട്ട് ഏകദേശം 1947 തീർച്ചയായും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം തന്നെയാണ് ഈ താരത്തിന്റെ വരവ്. പക്ഷെ ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ അന്നും ഇന്നും എന്നും 18ന്റെ ചെറുപ്പവും. അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ. അത്രയും സുന്ദരനായ, അത്രയും ഗ്ലാമറുള്ള, ഹൈറ്റിന്റെ കാര്യത്തിൽ ഹൈറ്റും വെയിറ്റും സൂപ്പർ സ്റ്റാറിന്റെ ലെവലിലുള്ള ഒരു ഇതാണ് ശരിക്കും. അത്രയും 50-ലേറെ ചിത്രങ്ങൾ അഭിനയിച്ചു. ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് കാര്യങ്ങളും ഫാമിലി മാറ്റേഴ്സും എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ഇദ്ദേഹമായിട്ട് ചോദിച്ചറിയാനുണ്ട്. ഒരുപാട് പാരമ്പര്യമുള്ള ഒരു സിനിമ, പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ശോഭന ചേച്ചിയുടെയും ലളിത പത്മിനി രാഗിണി അവരുടെ കുടുംബത്തിൽ നിന്ന് വന്നേക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് ഈ കലാകാരന്. ഇദ്ദേഹത്തിൻ്റെ പേര് ഞാനൊരു പാട്ടോടുകൂടി വിളിക്കാൻ പോവുകയാണ്. ആ പാട്ടിൽ ഇദ്ദേഹം നൃത്തമാടിക്കൊണ്ട് ഇങ്ങനെ വരുമെന്നോ എനിക്കറിയത്തില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ പേരിലൊരു ഭഗവാനുണ്ട്, ഇങ്ങനെ അങ്ങ് നിൽക്കും. അതുപോലെ വരുമോന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാനൊരു പാട്ട് പാടി വിളിക്കാൻ പോവുകയാണ് കേട്ടോ. കൃഷ്ണ കൃഷ്ണ നീ ബേഗനേ ബാരോ കൃഷ്ണ നീ ബേഗനേ ബാരോ 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 ബാരോ. അല്ല, കുറേ നാളായിട്ട് എനിക്കറിയാൻ ട്രൈ ചെയ്യാത്തതാണ്. പക്ഷെ എന്നാലും കൃഷ്ണ ഒത്തിരി നന്ദി പറയുന്നു. കാരണം പറഞ്ഞപ്പോൾ തന്നെ ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അത് നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് കൈ കൊടുക്കുക. നല്ലൊരു മനസ്സുണ്ട്. അപ്പൊ ഇനി കൃഷ്ണയ്ക്ക് കൂട്ടായിട്ട് കൃഷ്ണൻ എന്ന് വിളിക്കുന്നതാണോ കൃഷ്ണ എന്ന് വിളിക്കുന്നതാണോ കൃഷ്ണ വിളിക്കുന്ന ഇഷ്ടം? കൃഷ് മതി. കൃഷ് അല്ലെങ്കിൽ കണ്ണാന്ന് വിളിച്ചാലോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, കൃഷ്ണൻ വേണ്ട, കൃഷ്ണ അല്ലെങ്കിൽ കൃഷ്ണൻ ഉണ്ണി എന്ന് വിളിക്കണം. അയ്യോ, കൃഷ്ണയ്ക്ക് ഏറ്റവും കൃഷ്ണയ്ക്ക് ഇവർ തമ്മിൽ നല്ല പരിചയക്കാരാണോ അതെയോ ബദ്ധശത്രുക്കളാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ വിളിക്കത്തില്ല. ഡോക്ടർ റോണിയായിട്ട് എന്തെങ്കിലും ശത്രുതയുണ്ടോ? ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ്. ഓക്കെ ആണോ? ഇതുവരെ കുഴപ്പമില്ല. ഡോക്ടർ റോണിയെ പറ്റി പറയാനാണെങ്കിൽ അദ്ദേഹം ഡാഡി കൂൾ അതിന്റെ തമിഴിലും അഭിനയിച്ചു, തണുത്ത തന്തൈ അതിലും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ട്രാഫിക്, ഡ്യൂപ്ലിക്കേറ്റ്, സീനിയേഴ്സ് തുടങ്ങി ഒരുപാട് സിനിമകൾ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇതുവരെ എനിക്ക് ചെകയേണ്ടി വന്നിട്ടില്ല. എന്തെങ്കിലും ചെകഞ്ഞെടുക്കുമെന്നൊരു വാശി എനിക്കുണ്ടായിരുന്നു, അത് ഞാൻ ഇന്ന് തീർക്കും. അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്ന് മാറ്റണേ ഫീസില്ലാതെ. ഡോക്ടർ സാറേ, റോണി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്ന് മാറ്റണേ ഫീസില്ലാതെ. ഡോക്ടർ സത്യം പറയൂ, എനിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ ഡോക്ടർ? ഇല്ല, താങ്കൾക്ക് അസുഖങ്ങളൊന്നുമില്ല. പോകുന്നതിനും എന്നെ പേഷ്യന്റ് ആക്കരുത്. എന്റെ അസുഖം പകർത്തുവോ? അയ്യോ, ഈ കൈയുടെ ഒന്നും ഞാനൊന്നും പറയുമ്പോ കേൾക്കാറില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ തമ്മിലൊരു ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുത്തോ? കാരണം
അല്ല ഈ കൃഷ്ണ ഈ 64 വയസ്സുണ്ടല്ലേ? അതാണ് 1948 എന്ന് അല്ല പറയുമ്പോൾ. ഞാൻ ചോദിക്കട്ടെ, 1947 ശേഷം വന്നവരല്ലേ നമ്മൾ 3 പേരും? അതിൽ സംശയമുണ്ടോ? അത്രയും ഞാൻ ഉദ്ദേശിച്ചു. ബ്രിട്ടീഷുകാരുടെ പീഡനങ്ങളൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല. ഡോക്ടർ ഏത് വിഭാഗത്തിലാണ്? ഞാൻ അത്യാഹിത വിഭാഗത്തിലാണ്. എമർജൻസി. അതെ. ഇപ്പൊ ഏത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്? ഇല്ല സിനിമ കാര്യങ്ങളൊക്കെ അല്ല ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എടപ്പള്ളിയിൽ വീട്ടിൽ തന്നെ സ്ഥാപനം ഇടുക? അല്ല ഞാൻ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്. നിങ്ങൾ മനഃപൂർവ്വം ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഡോക്ടറാകാൻ ശ്രമിക്കുന്നുണ്ട് പല അല്ല എന്താ നമ്മള് ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോയി ചിലപ്പോൾ നമ്മളിനെ ഇടപെടും. അങ്ങനെയൊന്നും ചെയ്യാനുള്ള ക്രൂര മനസ്സൊന്നും ആർക്കും ഉണ്ടാവില്ല, റോഡിക്ക് ഒഴുകി ആർക്കും ഇല്ല. ഏതെങ്കിലും നല്ല നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടിക്കൊണ്ട് നിങ്ങളെ ആ സീറ്റിലൂടെ ഞാൻ കൊണ്ടുപോവുകയാണ്. 2 പഴയ പാട്ട് ചോദിച്ചാൽ ഇപ്പൊ തന്നെ ഞാൻ പാടിത്തരും. ഏതാ? അറിയാതെ നീ പോയതല്ലേ ഒരു വാക്ക് മിണ്ടാഞ്ഞ റോണി. പോയതല്ലേ ഒരു വാക്ക് മിണ്ടാഞ്ഞ റോണി. അപ്പൊ റോണിക്ക് വേണ്ടി പാടി. ഇനി കൃഷ്ണയ്ക്ക് ആർക്ക് വേണ്ടിയൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എനിക്കൊരു പഴയ പാട്ട്, ഇഷ്ടമുള്ളൊരു പാട്ട്, സ്പെഷ്യലായിട്ട് പഴയൊരു പാട്ട് കേട്ടോ. നമുക്ക് ആ സീറ്റിലോട്ട് പോകുമ്പോൾ അതൊക്കെ പാടിക്കൊണ്ട് 1 2 3 1 2 3 4. அந்த அரபிக்கல் കുറച്ച് ടൂ മച്ച് ആയല്ലേ? പാവം ലളിതാപ്പന്റെ രാഗന്മാർ ഇപ്പൊ അവിടെ ഇരുന്ന് ഈന്ന് ചിരിക്കുന്നുണ്ടോ? സോറി. ഓക്കെ, റെഡി. കുഴപ്പമില്ലായിരുന്നു. മഞ്ഞണി പൂനിലാവ് തേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വച്ചു നീരാടുമ്പോൾ മഞ്ഞണി പൂനിലാവ്. എന്ത് പറ്റി? രണ്ട് തോണിയിലായി പോയാലോ? അതല്ല തോണി മറിയാതിരിക്കാൻ നടക്കിരിക്കണോ അതോ സൈഡിലിരിക്കണോ എന്ന് അല്ല, ആലോചിച്ചു. ഇത്രയും ഒരു ഡിസ്റ്റൻസ് വേണ്ട. മതിയാ? ഒരാളുടെ മടിയിലാണല്ലോ ഇരിക്കാതെ. സന മുംബൈ പോലീസാന്ന് പറയരുത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്ന് പവർഡ് ബൈ കിച്ചൺ ട്രഷേഴ്സ്. എന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പറഞ്ഞോ, നമസ്കാരം പറഞ്ഞോ. മൊത്തം പറയണോ? കിച്ചൺ ട്രഷേഴ്സ് എന്ന് പറഞ്ഞപ്പോഴാണ് ശരിക്കും കൃഷ്ണയുടെ മുഖത്തൊരു ഭയങ്കര അയ്യോ. ഞാൻ പറയട്ടെ, 28 സിനിമകൾക്ക് ശേഷമാണ് താങ്കളെ പെട്ടെന്ന് കാണാൻ ഇല്ലാണ്ടായത്. അതിനോട്ട് ഞാൻ സബ്ജക്റ്റിലോട്ട് വരുന്നുണ്ട്. സിനിമ ഇല്ലാതിരിക്കുന്ന പറഞ്ഞ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ ഒരു ഇടയ്ക്ക്. അതിലോട്ട് അപ്പോഴാണോ ഫുഡിന്റെ ഇതിലോട്ട് തിരിഞ്ഞത്? അതെനിക്ക് താല്പര്യമായിരുന്നു, പാചകത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഓരോന്നിങ്ങനെ പയറ്റി തെളിഞ്ഞ് അവസാനം ഒരു റെസിപ്പി മിസ്സായപ്പോൾ അങ്ങ് ഇഷ്ടപ്പെട്ടു ആ റെസിപ്പി. പിന്നെ അതിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു, പഠിച്ചു. അതാണ് ഈ കുക്കിംഗ് ഷോസും കിച്ചനോടും ഒരു താല്പര്യം. ഇപ്പൊ വീട്ടില് അങ്ങനെ താല്പര്യം ഉണ്ടായോണ്ട് ഭാര്യയ്ക്ക് അതൊരു സുഖകരമായ ഭാര്യയ്ക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ഞാൻ തന്നെ എല്ലാം ഉണ്ടാക്കി. അയ്യോടാ, അത് മിക്ക ഭർത്താക്കന്മാരും ഒരുപക്ഷെ വീട്ടിൽ പല പണികളും ചെയ്താലും അവര് ഇല്ല ഞാൻ ജസ്റ്റ് വന്ന് കൈ കഴുകിയിരിക്കുന്നു, ചോറുണ്ണുന്നു. പലർക്കും ആത്മാഭിമാനത്തിന്റെ പുറത്ത് അത് ആരും പറയത്തില്ല. അയ്യോ കൃഷ്ണ ഇത്രയ്ക്ക് ഒരു പഞ്ചപാവാണെന്ന് എനിക്ക് ഇപ്പൊ ഒരൊറ്റ മറുപടിയിലൂടെ മനസ്സിലായി. എന്തായാലും ആ ഭാര്യ ഭയങ്കര ഭാഗ്യവതി. എന്താണെന്നും കൂടെ കാരണം ഞാൻ ഇങ്ങനെ ഒരു മോനില്ലേ ശിഖരം? അയ്യോ പേര് മാറ്റിയില്ല, ശിവൻ. മരത്തിന്റെ ശിഖരമാക്കി മാറ്റി. അപ്പൊ എന്താ ഇപ്പൊ പറഞ്ഞത്? ഞാൻ പറഞ്ഞോണ്ട് കാരണം അങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് എന്തെങ്കിലും ഉപ്പ് കുറവാണോ മുളക് കുറവാണോ, അപ്പൊ അങ്ങനെ ഒരു ഗിനിപിഗ് പരീക്ഷണം നടത്തി ഞാനൊരു നല്ലൊരു പാചകക്കാരനായി. അങ്ങനെയാണ് ഈ ഷോയിലോട്ട് കയറിയത്. കൈപ്പുണ്യം ഉണ്ട്. എനിക്കിത് വേണേ ട്രൈ ചെയ്യാമെന്ന് തിരിച്ചറിഞ്ഞൊരു വിഭവം എന്തായിരിക്കും? സേമിയ പായസം. അത് എല്ലാവർക്കും ഉണ്ടാക്കാം. അയ്യോ എല്ലാവർക്കും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. റോണിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? റോണിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും, ഇപ്പൊ അത്യാഹിത വിഭാഗത്തിലാണല്ലോ, വീട്ടില് ഭാര്യയ്ക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു നടുവേനയോ വയറുവേനയോ ഒരു അത്യാഹിത വിഭാഗം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കഞ്ഞിയും കറിയിൽ വെക്കാൻ പറ്റുമോ? കട്ടൻ ചായ, ലൈം ജ്യൂസ്, ഓംലെറ്റ്, പപ്പടം, ഇതൊക്കെ വളരെ നിഷ്പ്രയാസം ഉണ്ടാക്കാം. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതി പോണോ എന്താ കൃഷ്ണ എണീക്കാൻ പോവായിരുന്ന? ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ ഇതാ നല്ല ചൂട് ഒരു ഹോട്ട് ആൻഡ് സോർ ചില്ലി ചിക്കൻ സൂപ്പ് ഇപ്പൊ വന്ന
കഴിക്കുന്നതിന് നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഇല്ല, വിരോധമില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വിരോധം ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഓക്കെ, എവിടെ സൂപ്പ് വരട്ടെ? പുള്ളിയെ പോന്നു. അയ്യോ, സൂപ്പ് കിട്ടില്ല. അറ്റ്ലീസ്റ്റ് കൊക്കക്കോള വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു കേട്ടോ. താങ്ക് യു. അണ്ണേ, എല്ലാം ഓക്കെ അല്ലേ? ആ, വിട്ടു. സൂപ്പർ റെഡിയാക്കി വെച്ചേ. സ്വാമിയേ. ആ, കൃഷ്ണയുടെ ഒരുപാട് സിനിമയിലെ കാര്യങ്ങൾ, മഞ്ജു വാര്യറിനോടൊപ്പം ദയ എന്ന് പറഞ്ഞ സിനിമ, പിന്നെ എന്താ പറയാ, തില്ലാനയിൽ ഉടനീളം സ്ത്രീ കഥാപാത്രം ചെയ്തത്, പിന്നെ എന്താ ഇപ്പൊ ലാസ്റ്റ് കുറച്ച് ഗ്യാപ്പിന് ശേഷം വന്ന ഹോട്ടൽ കാലിഫോർണിയ, ബാങ്കിങ് അവേഴ്സ് തുടങ്ങിയ ട്രാഫിക്കിലൂടെ ശരിക്കും ഒരു റീ എൻട്രി. മലയാളവും തമിഴും ചെയ്തു. തമിഴില് വിജയോടൊപ്പം തന്നെ ഷാജഹാൻ എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ തുല്യ ക്യാരക്ടർ ചെയ്ത ഒരാളാണ്. അപ്പൊ ആ സിനിമാ വിശേഷങ്ങളോട്ടൊക്കെ നമ്മൾ വരുന്നു. റോണിയെ പറ്റി പറയാനാണെങ്കിൽ ഏകദേശം 15ഓളം സിനിമകൾ ഇദ്ദേഹം ചെയ്തു. ഇദ്ദേഹത്തിന്റെ മുഖം സുന്ദരം. പക്ഷെ ഇദ്ദേഹം ഇന്നിപ്പോ ഇവിടെ നമ്മുടെ പരിപാടിക്ക് വന്നപ്പോ മീശയ്ക്ക് എന്തോ മുഖത്തിൽ എന്തോ പ്രശ്നം. ആ, അതൊരു വലിയ വ്യത്യാസം തന്നെയാ. ഏതൊക്കെയാ ഫസ്റ്റ് പടം എന്ന് പറയുന്നത്? ഫസ്റ്റ് സിനിമ കുരുക്ഷേത്രയാണ്, പിന്നെ ഡാഡിക്കോൾ. തുടക്കക്കാരൻ എന്ന നിലയിൽ ഏറ്റവും എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട വേഷം ചെയ്ത സിനിമ ഏതായിരുന്നു? ഡാഡിക്കോൾ. ഞാൻ ആ സിനിമയ്ക്ക് ശേഷമാണ് നമുക്ക് അങ്ങോട്ട് വിളിക്കുന്നതിന് പറ്റി ഇങ്ങോട്ട് വിളികൾ വന്ന സിനിമ ഡാഡിക്കോൾ തന്നെയാണ്. അതിലൊരു തമിഴനായിട്ട് അല്ലേ? തമിഴനായിട്ട്. മമ്മൂക്കയോട് അതുകൊണ്ട് ഭയങ്കര ഒരു ആത്മബന്ധമുണ്ട് അല്ലേ? മമ്മൂക്കയായിട്ടുള്ള ആത്മബന്ധമൊന്നുമല്ല, കാരണം അദ്ദേഹം കാരണം എനിക്ക് അദ്ദേഹത്തിനൊപ്പം ഒരു ദിവസം മാത്രമേ ഷൂട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്ന അല്ല കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്ന ഗാങ്സ്റ്റേഴ്സിലെ ആ ഒരു ഗ്രൂപ്പില് ഇയാള് മാത്രമേ ഉള്ളൂ പ്രാക്ടിക്കലായിട്ട് പറയുന്നത് കുട്ടിയെ നമുക്ക് തിരിച്ചു കൊടുക്കാം, കുട്ടിയായിട്ട് നമ്മൾ വെച്ചുകൊണ്ടിരുന്ന ഈശ്വർ എന്ന് പറഞ്ഞ ഭാര്യയുടെ പേര് അഞ്ജു. പക്ഷെ പാലക്കാരിയാണല്ലേ? കഞ്ഞിക്കുഴിയല്ല, പാല തീക്കോയി. എന്റെ പൊന്നോ, തീക്കോയാണോ? നിങ്ങളുടെ ഈ അടുത്തൊരു റിയാലിറ്റി ഷോയില് ഒരു വിവാദമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. കുറെ എന്താ പറയാ, ഒരു ക്ലിപ്പ് എന്ന് വെച്ചാൽ അതല്ല, അവര് റിയൽ ആയിട്ട് ചില ആർട്ടിസ്റ്റുകൾ പെരുമാറി ഇപ്പൊ ഇങ്ങനെയായെന്ന് പറഞ്ഞു. അത് ശരിക്കും അതിന്റെ അകത്തുള്ള ഒരു ക്യാമറയിലുള്ള ആരോ പുറത്ത് വിട്ടതാണ്. അതിന് ദൃക്സാക്ഷിയായ ഒരാളാണ്. അപ്പോൾ അതിനെപ്പറ്റി, ആ വീഡിയോ ക്ലിപ്പിനെ പറ്റി ഇങ്ങനെ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ട് കൃഷ്ണയ്ക്ക്? ഞങ്ങൾ 2 ജഡ്ജസ് ഉണ്ട്, ഒരു സെലിബ്രിറ്റി ജഡ്ജായ ഞാനും ഒരു വേറൊരു ജഡ്ജും ഉണ്ട്. അപ്പോൾ അതിൽ ഒരു അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റിന്, അതായത് 10-11 ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അതിൽ ഒരു അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ഐറ്റം ടേസ്റ്റ് ചെയ്തപ്പോൾ അതിന് ഞങ്ങൾ 2 പേരും, ഒരാൾ അത് എന്തോ ഉപ്പ് കൂടിപ്പോയെന്ന് അറിയാതെ പറഞ്ഞു പോയി. അപ്പം അവിടെ നിന്ന് ആ ലേഡി നമ്മുടെ അടുത്ത് ഒരു ദേഷ്യം പ്രകടിപ്പിച്ചു. അവസാനം എൻ്റെ അവസാനം എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും തെറി കേട്ടിട്ടില്ല. അതാണ് ഒറിജിനൽ റിയൽ ആയിട്ട്. ആരാണ് ആർട്ടിസ്റ്റ് എന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ റിയൽ ആയിട്ട്, അതായത് ലൈഫിൽ ഒരു ക്യാമറയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കാണുമ്പോൾ ഇതൊക്കെ പബ്ലിഷ് ആവുമെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ ചെയ്തു പോകുന്നത് നോർമലി പ്രേക്ഷകർക്ക് ഡൗട്ട് വന്നു കേട്ടോ. അതുകൊണ്ട് സ്വയം പുള്ളിയുടെ പാചകം കഴിച്ചാണോ അല്ലേ? പുള്ളി റിയാക്ട് ചെയ്ത ഒരു രീതി പറയായിപ്പോ, അതാണ് അത് ഒറിജിനലായിട്ട് നടന്ന സംഭവം തന്നെ. എന്തായാലും ഒരു സന്തോഷമുണ്ട്, ഒരു പെണ്ണുങ്ങളുടെ വായന കേൾക്കുന്ന അതൊരു പ്രത്യേക സന്തോഷം. ഞാൻ കുറച്ചൊരു ഭാഗം ഉണ്ടായിരുന്നു, എന്റെ ക്ലിപ്പിംഗ് അതിൽ അധികം ഇട്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു ജഡ്ജാണ്, അപ്പൊ നമ്മളധികം പേര് കേട്ടേണ്ടി വന്നില്ല. ആ ഒരു കുക്കറിഷോടെ സംഭവം നമ്മൾ ജസ്റ്റ് ചെറിയ പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചോദിച്ചതേ ഉള്ളൂ. ശരി, ഇതൊക്കെ നിന്ന് നിങ്ങളുടെ ഡോക്ടർ പ്രൊഫഷന്റെ കാര്യങ്ങൾ പറഞ്ഞു, കൃഷ്ണയുടെ പാചകത്തിന്റെ കാര്യം പറഞ്ഞു, കൃഷ്ണയുടെ ആക്ടിങ്, ഇവർ രണ്ടുപേരുടെയും ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി രണ്ടുപേരും ഉഗ്രൻ ആക്ടേഴ്സ് ആണ്, എല്ലുള്ള ആക്ടേഴ്സ് ആണ്, അതായത് ബോൺ ആക്ടേഴ്സ് എന്ന് പറയും. അപ്പൊ ഇനി ഇവർക്ക് ഞാൻ തരുന്ന ഒരു ചെറിയ കൊച്ചു ഗെയിം സെക്ഷനിലോട്ട് പോവുകയാണ്. 2 സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് തരുന്നത്. ഡയലോഗ് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ എണീറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇരുന്നോണ്ട് പറയാം. ആദ്യത്തെ ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റിയാണ്, ഭയങ്കര വിഷമിച്ചിട്ട് നിങ്ങൾ പറയുകയാണ്. മ്യൂസിക് ഇട്ടല്ലോ ജോ. മതിയായി, ജീവിതം മടുത്തു, ഒരു ചാൻസിന് വേണ്ടി എത്ര പേരുടെ കൈയും കാലും ഞാൻ പിടിച്ചു, അവസാനം ഈ 113ന്റെ ഗസ്റ്റായി വരാനായിരുന്നല്ലോ എന്റെ വിധി. നീ എന്ന് പറഞ്ഞ പൊട്ടിക്കരയണം. നിങ്ങൾക്ക് ഇംപ്രവൈസ് ചെയ്യാം. കൃഷ്ണ ഓക്കെ അല്ലേ? എനിക്ക് ഓക്കെ അല്ല. ഓക്കെ അല്ലേ? മിസ്റ്റർ ബട്ട്ലേഴ്സിന്റെ ഒരു ഉഗ്രൻ സമ്മാനമുണ്ട്. പിന്നെ വേറെ കാര്യം,
ഇതൊരിക്കലും ഇവരുടെ അഭിനയം അളക്കുന്ന ഒരു ടെസ്റ്റ് ഒന്നും അല്ല, ജസ്റ്റ് ഒരു ഫണ്ണി ഗെയിം ഷോ. ഫണ്ണാണ്, അതാണ് നമ്മൾ നോക്കാത്തത്. പിന്നെ എല്ലാ ആക്ടേഴ്സിനും അങ്ങനെയാ. ഈവൻ ലാലേട്ടനോട് പോലും നമ്മൾ ചിലപ്പോൾ ഒന്ന് സിനിമ അല്ലാണ്ട് ചിലപ്പോൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ചമ്മലായിരിക്കും, ശരിയല്ലേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് കഥാപാത്രം അല്ലാത്തൊരു സമയത്ത് പെട്ടെന്ന് കഥാപാത്രമാകുമ്പോൾ എല്ലാവർക്കും വരും. പക്ഷെ ഇവിടെ വന്ന് ഈ ഫ്ലോറിൽ എന്റെ മുന്നില് ഒരു നാണം ഇല്ലാണ്ട് ആര് പെർഫോം ചെയ്യുന്നു അവർക്കായിരിക്കും സമ്മാനമുള്ളത് കേട്ടോ. മതിയായി, ജീവിതം മടുത്തു എനിക്ക്. ഒരു ചാൻസിന് വേണ്ടി ഞാൻ എത്ര പേരെ കൈയും കാലും പിടിച്ചു, എന്നിട്ട് അവസാനം ഈ 1-1-3 ഗസ്റ്റായിട്ട് വരാനാണല്ലോ ഈശ്വര എന്റെ വിധി. അത് റിമീറ്റോമിയെ പോലൊരു ചെകുത്താന്റെ മുന്നിൽ പെട്ടെന്ന് ജീവിതം തുടങ്ങി. റിമി എന്നെ ഒന്നും ചെയ്യരുത്. കൃഷ്ണ മതിയായി, ജീവിതം മടുത്തു. ഒരു ചാൻസിന് വേണ്ടി എത്ര പേരുടെ കയ്യും കാലും ഞാൻ പിടിക്കേണ്ടി വന്നു. അവസാനം ഈ 1-1-3 ഗസ്റ്റായിട്ട് എന്നെ വിളിക്കേണ്ടി വന്നല്ലോ. അത് ഇതിന്റെ കൂടെ പ്ലീസ് ഒരു സൂപ്പ് തരൂ. അയ്യോ എനിക്ക് പറയാൻ വാക്കുകളില്ല. ഇതിൽ ആര് മുൻപിൽ നിൽക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹോദരന്മാരെ, ഞാൻ അടുത്ത ഞങ്ങൾ ആരായാലും കുഴപ്പമില്ല. ഇല്ല, ഒരു ഒരെണ്ണം കൂടെ. അത് ആദ്യം കൃഷ്ണ ചെയ്യുന്നോ റോണി തന്നെ ചെയ്യുന്നു? ഓക്കെ, ദേഷ്യമാണ് കേട്ടോ. എടാ ദുഷ്ട വഞ്ചകി, അതായത് നമ്മൾ രണ്ടുപേരും നോക്കി റോണി പറയാണ്, നമ്മളെ എടാ ദുഷ്ട വഞ്ചകി നീച മഹാപാപി കാപാലികരെ, എന്റെ അവസരങ്ങൾ ഓരോന്നോരോന്നെ തട്ടിയെടുത്ത് എന്റെ ജീവിതം നശിപ്പിച്ചത് നിങ്ങളായിരുന്നത് ഞാൻ അറിഞ്ഞില്ല. എന്റെ നെഞ്ച് തകർത്ത നിങ്ങളോട് പ്രതികാരം ചോദിച്ചിട്ട് ഞാൻ മടങ്ങി വരുള്ളൂ. അമ്മയാണ് സത്യം. ശേഷം ഭാഗം സ്ക്രീനിൽ. തുടങ്ങിയോ? അടിപൊളി. ഞാൻ നോക്കാത്തത് അത് നിങ്ങളുടെ ഇഷ്ടത്തിൽ പറയാം. ആദ്യ കൃഷ്ണ. ഓക്കെ, ആക്ഷൻ പറ. നമ്മളാട്ടോ, നമ്മൾ പേടിച്ചു നിൽക്കുക കേട്ടോ. ദുഷ്ട വഞ്ചക ശൈത്താനെ, നീയാണോടാ? നീയാണെങ്കിൽ നിന്നെ വിടില്ല. എന്റെ ഓരോ അവസരങ്ങളും എന്റെ ഓരോ ചാൻസുകളും നീയും ഇവിടെ കൂടെ തട്ടിയെടുത്തൂലടാ. നീയും നിന്നെ കേട്ടോ ഡോക്ടർ, ഇതിനെല്ലാത്തിനും ഞാൻ പ്രതികാരം ചെയ്യും കേട്ടോ. വാടാ വെളിയില്. ഇത്രയും ഞാൻ ചിരിച്ചോണ്ട് നിൽക്കുന്ന എന്നെ മൈൻഡ് ചെയ്യാണ്ട്, അതാണ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ നമ്മളെ നോക്കി ചിരിക്കുകയും കോക്കറി കാണിക്കുകയും കൂക്ക് വിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് തരുന്ന കഥാപാത്രം ഏത് പ്രതികൂല സാഹചര്യം ചെയ്ത് ഫലിപ്പിക്കേണ്ട ഒരു നടന്റെ ഏറ്റവും വലിയ ബാധ്യത. ഇനി ഇതിനെ കടത്തി വെട്ടുന്ന പ്രകടനമായിരിക്കും റോണി. ഇത് ഞാനും കൃഷ്ണയും കൂടെ നിങ്ങളെ പറ്റിച്ചു. ഓ എടാ ദുഷ്ട വഞ്ചകി, എടാ നീച, നിന്നെ ഞാനൊരു സഹോദരനെ പോലെ നീ വിശ്വസിച്ചു. എന്നിട്ട് നീ എനിക്ക് വന്ന ഓരോ അവസരങ്ങളും നീ തട്ടിയെടുത്തു. നിന്നോട് ഞാൻ പോർക്കില്ല. പക്ഷെ ഇവളെ നീ വാ. എന്ത് പറ്റി പാതി വെച്ച് നിർത്തിപ്പോയ ഒരൊറ്റ കാരണം കൊണ്ട് ഒരു ഇത്തിരി ഒരു
0.25% കൃഷ്ണ ഇത്തിരി മുന്നിൽ വന്നിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ രണ്ടും ഒരുമിച്ചാ. അപ്പൊ മിസ്റ്റർ ബട്ട്ലേഴ്സിന്റെ സമ്മാനത്തിന് ഒരു ഇത്തിരി കൂടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പകരം ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഒരു പത്രമാണ്. ഇന്ന് ഞാനിപ്പോ ഒരു പുതുതായിട്ടൊരു പത്രം ഇറക്കിയിട്ടുണ്ട്. അതിപ്പോ എല്ലാ എഡിഷനും വന്നോണ്ട്, എല്ലാ ദിവസവും വന്നോണ്ട്, തിങ്കൾ മാത്രമേ ഉള്ളൂ, ആഴ്ച ഒരു ദിവസമേ ഉള്ളൂ. റിമി രമ ഈ കണ്ണുകൊണ്ട് വായിക്കണമല്ലേ? ഈ പത്രം വായിക്കുക, അറിവുകൾ സമ്പാദിക്കുക. അപ്പൊ മിസ്റ്റർ ബട്ട്ലേഴ്സിന്റെ സമ്മാനമുണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ അങ്ങനെ അങ്ങ് ആശിപ്പിച്ചിട്ട് ഞാൻ അങ്ങനെ ഉന്തി തള്ളിയിടത്തില്ല. ഇത് റോണി കൂടെ ഒന്ന് help ചെയ്യണം. കാരണം ഇത് തുല്യരായിരുന്നു രണ്ടുപേരും ശരിക്കും. മിസ്റ്റർ ബട്ട്ലേഴ്സ് റെവല്യൂഷൻ EX1 പ്രീസെറ്റ് ടൈമർ LED ഡിസ്പ്ലേ സോഫ്റ്റ് ടച്ച് ബട്ടൺസ് എല്ലാം നല്ലൊരു റെഡി. മിസ്റ്റർ ബട്ട്ലേഴ്സ് കൃഷ്ണ, ഈ 28 സിനിമ ഞാൻ പറഞ്ഞല്ലോ, ഈ മറ്റേ തിലാന ദയ, മഴമേഘപ്രാവുകള്, സ്നേഹിതൻ തുടങ്ങിയ കൃഷ്ണയുടെ ഒരു പീരീഡ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ചാക്ക ബോബനൊക്കെ തുടങ്ങിയ ആ ഒരു സ്റ്റാർസിന്റെ കൂട്ടത്തിൽ തന്നെ കൃഷ്ണ നിൽക്കുകയാണ്. പെട്ടെന്നൊക്കെ അങ്ങനെ 7 വർഷത്തോളം മിണ്ടാണ്ടിരിക്കാൻ പറ്റി, അല്ലെങ്കിൽ റോളുകളൊന്നും നല്ല റോളുകളെ കാത്തിരുന്ന് പറ്റിയതാണോ, അതെയോ അങ്ങനെയൊക്കെ മനഃപൂർവ്വം എടുത്തായിരുന്നു? ശരിക്കും അല്ല, മനഃപൂർവ്വം എടുത്തതല്ല. എനിക്ക് ആ സമയത്ത് നല്ലൊരു പീക്ക് സീസൺ ഉണ്ടായിരുന്നു. ഞാനും ചാക്കോച്ചനായിരുന്നു മേളിൽ. നമുക്ക് ചാക്കോച്ചൻ്റെ കൂടെ നല്ല അവസരങ്ങൾ കിട്ടിയിരുന്ന സമയമാണ്. ആ സമയത്ത് ഈ യങ്ങർ ജനറേഷനെ അധികം ആക്സെപ്റ്റ് ചെയ്യാത്തൊരു സമയം വന്നു. അപ്പം അങ്ങനെയാണ് ഓരോ സിനിമകൾ മാറി അവസാനം ഞാൻ വീട്ടിലിരിപ്പായി. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ സെലക്റ്റീവായി കാണും. പിന്നെ അത് മാത്രമല്ല, വിജയുടെ കൂടെ ഷാജഹാൻ എന്ന സിനിമയിലൊക്കെ വലിയ പാട്ടൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഹിറ്റ്. അപ്പോഴൊക്കെ അത്ര ഹിറ്റ് പാട്ട്. ആ സിനിമയിൽ ഉടനീളം ഒരു കുറ്റിക്കാട്.com ഒളിഞ്ഞൊളിഞ്ഞ് നടക്കുന്ന ഒരാളല്ലായിരുന്നു. പിന്നെ ആ നായികക്ക് നേരെ നായിക സ്നേഹിച്ചുകൊണ്ടിരുന്നത് ശരിക്കും കൃഷ്ണനെയായിരുന്നു. അത്ര ഇമ്പോർട്ടന്റ്. നായിക. പക്ഷെ എനിക്ക് അത് ശരിക്കും ഞാൻ അത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് മനസ്സിലാക്കിയത്. വിജയുടെ കൂടെ ആര് ഓപ്പോസിറ്റ് റോൾ ചെയ്താലും തമിഴ്നാട്ടിൽ അവരെ ഇത് ചെയ്യില്ല. കാരണം വിജയ് എന്ന് പറഞ്ഞാൽ ദളപതിയാണ്. ദളപതിയോട് ഒരു നെഗറ്റീവ് ചെയ്യുന്ന ആൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് കിട്ടില്ല, ഓഡിയൻസ് കൊടുക്കില്ല. പക്ഷെ പറയാൻ പറ്റില്ല. ഞാൻ പറയട്ടെ, പണ്ടത്തെ കൃഷ്ണേക്കാളും ഇപ്പോഴാണ് ശരിക്കും യഥാർത്ഥത്തിൽ കൃഷ്ണ ഗ്ലാമർ വൈസ് ആണ് ഭയങ്കരമായിട്ട് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് നാൾ വീട്ടിലിരുന്ന് ഫുഡും കഴിച്ച് അല്ല, എല്ലാം കൊണ്ട് ഇപ്പൊ ഏത് കഥാപാത്രങ്ങൾ കൊടുത്താലും എനിക്ക് പറ്റുമെന്നുള്ളൊരു പണ്ടത്തെ കൃഷ്ണയുടെ ഒരു കൊച്ചു കോളേജ് പൈൻ്റെ ഒരു മുഖം ഒക്കെ മാറി. ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു പൗരുഷം കുറച്ചുകൂടെ വന്നു. പക്ഷെ അത് നല്ലൊരു അവസരം കിട്ടിയാലേ നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ. ഡോക്ടറാണെന്ന് നമുക്കറിയാം, എമർജൻസി വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന കാര്യം അറിയാം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയേണ്ടത്, ആശുപത്രിയിൽ ഇന്നാളെ കണ്ട ഒരു അമ്മൂമ്മ വന്നിട്ട് എന്തോ ഒരു സംഭവം, എന്തോ റോണി എപ്പോഴും കുടുകുടാ ചിരിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് റോണിയുടെ അമ്മൂമ്മയാന്ന് തിരിച്ചറിഞ്ഞതും അങ്ങനെ എന്തൊക്കെയോ എനിക്കറിയില്ല, ഞാൻ കഥ കേട്ടതിൻ്റെ ആണെന്ന് അറിയത്തില്ല. അതെന്തായിരുന്നു ആ സംഭവം? അല്ല, ഇതൊന്നുമില്ല. നമ്മളിങ്ങനെ പല സുഹൃത്തുക്കളും ചോദിക്കേ, ഇപ്പോൾ പൊതുവെ നമ്മൾ സ്വകാര്യ ആശുപത്രി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇൻഷുറൻസും അല്ലെന്നുണ്ടെങ്കിൽ പല പല കമ്പനിയുടെ ഇൻഷുറൻസും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും PSA ഉണ്ട്, മറ്റേ തന്നെ വലിയ കമ്പനികളുടെ ഇൻഷുറൻസ്, അങ്ങനെ പലതുണ്ടല്ലോ. അപ്പോൾ ഇത് ഇല്ലാത്തൊരാൾക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു പേടി സ്വപ്നമാണ്. കാരണം വരുന്ന ബില്ലുകൾ, കാര്യങ്ങൾ ഒരു സാധാരണക്കാരനിൽ ഇപ്പം നേരിടാൻ വഴിയില്ല. ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു രാത്രി 2 മണിക്ക് ഒരു ആംബുലൻസിൽ അമ്മൂമ്മയെ കൊണ്ടുവന്നു. അമ്മൂമ്മ ഏകദേശം ഒരു ബോധമില്ല, കുറവാണ്. പുള്ളിക്കാരത്തി ഭയങ്കര കടുത്ത ശ്വാസം മുട്ടല് ഇങ്ങനെ. അപ്പോൾ പുള്ളിക്കാരത്തി നേരെ നമ്മൾ സ്ട്രെച്ചറിലാക്കി നമ്മൾ അകത്തോട്ട് കൊണ്ടുപോകുന്നു, നമ്മൾ ഓക്സിജൻ കൊടുക്കുന്നു. അതിന്റെ എന്താ പറയാ, പുള്ളിക്കാരത്തി പൊതുവെ കൃത്രിമ ശ്വാസം കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓക്സിജൻ വെക്കുന്നുണ്ട്. അത് കാർഡിയക്, അത് നമ്മളൊരു കാർഡിയക് അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്താണ് അതാണ് പറഞ്ഞ ബോധം ഉണ്ടെന്ന്. ആ പുള്ളിക്കാരത്തിക്ക് കൊടുത്തു. പുള്ളിക്കാരത്തേക്ക് ശ്വാസം മുട്ടലിനുള്ള മരുന്നുകൾ കൊടുത്തു. പക്ഷേ അപ്പോഴൊന്നും പുള്ളിക്കാരത്തേക്ക് ബോധം വന്നിട്ടില്ല. അപ്പോൾ ഏകദേശം അറിയാം പുള്ളിക്കാരത്തേക്ക് കാണാം. അപ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞ് പുള്ളിക്കാരത്തേക്ക് മറ്റേ ഓക്സിജനൊക്കെ കയറി കഴിഞ്ഞ് പുള്ളിക്കാരത്തേക്ക് ഏകദേശം അതൊക്കെ ഒന്ന് മാറി ഈ ലെവലെത്തി. പുള്ളിക്കാരത്തെ ഏകദേശം കണ്ണൊക്കെ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ നല്ല വെൽ ഫ്ലോഡ് ആയിട്ടുള്ള നല്ല എന്തോ ഒരു ഹോസ്പിറ്റലിൽ നിറയെ മാരാകന്മാരെ പോലെ സിസ്റ്റർമാർ, ഡോക്ടർ, അങ്ങനെ പുള്ളിക്കാരത്തി നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മാസ്ക് ഒന്ന് എടുക്കൂ, അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല അമ്മൂമ്മ കുറച്ച് കഴിയട്ടെ, ഒന്ന് ആളൊന്ന് സ്റ്റഡി ആയിട്ട്. 2 മിനിറ്റ് കഴിഞ്ഞ് പുള്ളിക്കാരത്തി കൊണ്ടും പറഞ്ഞു, അത്ര പറഞ്ഞില്ല. പുള്ളിക്കാരത്തി ദയനീയമായിട്ട് പറഞ്ഞു, ഒന്ന് എടുക്കുവോന്ന് ചോദിച്ചു. ഞാനിത് എടുത്തു. എന്റെ ഇൻഷുറൻസ് കാർഡൊന്നും ഇല്ലാട്ടാ, എന്നെ ഏകദേശം ശ്വാസമൊക്കെ തിരിച്ചു കിട്ടി, ഞാൻ പോക്കോട്ടെ.
അല്ല അത് സത്യമാണ്. നമ്മളെ എന്തോ ഒരു അപകടം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ആശുപത്രിയിലോട്ട് നമ്മളെ കയറ്റുന്നത് പറയാൻ പറ്റില്ല. സാമ്പത്തികമായ വരുമാനം ഇല്ലാതെ റൂൾ അനുസരിച്ച് അപകടം വന്നോടനെ നമ്മള് ഫസ്റ്റ് എയ്ഡ് ഏത് ഹോസ്പിറ്റലിൽ കൊടുക്കണമെന്നാണ് റൂൾ. ഈ ഫ്രീ ആയിട്ട് ചെക്കപ്പ് നടത്തുന്ന ഒരു ഡോക്ടറാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആതുര സേവനം നടത്തുന്ന മദർ തെരേസ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പോസ്റ്റിലോട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ ഒക്കെ പുള്ളിയെ വിളിച്ച് ചോദിക്കാറുണ്ട്. എനിക്ക് നമ്പരൊന്നും തരണോട്ടെ, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷെ നമുക്ക് ഡോക്ടറിനോട് അടുപ്പമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചോദിക്കാം. അപ്പൊ എന്താണ് ശരിക്കും ഫ്രീ ആയിട്ട് ചികിത്സ ചെയ്യാൻ ഉള്ള ഒരു മനസ്സും? കോഴ്സ് കഴിഞ്ഞ സമയത്ത് ചെന്നൈയിലായിരുന്നു. ചെന്നൈയിലുള്ള സമയത്താണ് ഞാനവിടെ ഉള്ള സമയത്ത് ഞാൻ കാരണമല്ല സുനാമി ഒക്കെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ 2-3 ആഴ്ച നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ബാധിത പ്രദേശങ്ങളൊക്കെ സെറ്റിലൊക്കെ ഫിലിം ലൊക്കേഷനിലൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഡോക്ടർ റോണി വരും, ഇത് ചികിത്സ തുടങ്ങുമെന്ന് കേട്ടിട്ടുണ്ട്. അല്ല, ആദ്യം ഡോക്ടർ റോണി വന്നു കഴിഞ്ഞാൽ ആദ്യം ചികിത്സ കഴിഞ്ഞിട്ട് അഭിനയിക്കാൻ കയറുള്ളൂ. എല്ലാരും വെറുതെ ഒരു അസുഖം ഇല്ലാത്തവരും ചികിത്സിച്ചിട്ട് ഡോക്ടർ റോണി ഇതാവുള്ളൂ. കൃഷ്ണയ്ക്ക് ഇത്രത്തോളം നടന്മാരെയും സൂപ്പർ സ്റ്റാർസിനെ ഒക്കെ അറിയാം. കൃഷ്ണയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കൃഷ്ണയ്ക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ തോന്നുന്ന ഒരു കടപ്പാട് തോന്നിയേക്കുന്നത് ഇപ്പോൾ സിനിമയിൽ ഇല്ലാത്തൊരു അവസരത്തിൽ പോലും ഒന്ന് വിളിച്ച് കൃഷ്ണ അല്ലെങ്കിൽ കൂടെ അഭിനയിച്ചവരായിരിക്കാം. പണ്ട് 28 സിനിമകളിലൊക്കെ ഒത്തിരി കൂടെ അഭിനയിച്ചവരിൽ നിന്നും പെട്ടെന്ന് ഒരു ആപത്ഘട്ടത്തിലും എനിക്കൊന്ന് ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ സമയത്ത് എനിക്കൊരു സഹായമായിട്ട് വന്ന് തോന്നിയിരിക്കുന്ന 1-2 പേര് പറയാം. എനിക്ക് ആരും ഉണ്ടായിട്ടില്ല അങ്ങനെ. ഒരു സിനിമാ നടന്മാരും ഒരു സിനിമാ നടികളും, പക്ഷെ എല്ലാവരുമായിട്ട് നല്ല കോണ്ടാക്റ്റും ഉണ്ട്. ഒരു സിനിമ ചോദിച്ച ഒരു സിനിമയ്ക്ക് ഒരു അവസരം ആരും തന്നിട്ടില്ല. കാരണം ഇതൊക്കെ നമ്മുടെ ഒരു ഇന്നത്തെ കാലത്ത് ഒരു സിനിമയിലൊരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് തോന്നുന്നില്ല നിലനിൽക്കുന്നെന്ന് തോന്നുന്നില്ല. പിന്നെ കാണുമ്പോൾ ഒരു ഹെലോവും ഒരു കെട്ടിപ്പിടുത്തവും ഒരു ഷേക്ക് ഹാൻഡും അത് എല്ലാവരും തമ്മിലുണ്ടല്ലോ. അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെ അത്രേ ഉള്ളൂ. ഇത്രയും വിചാരിച്ചാൽ മതി. ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം യഥാർത്ഥത്തിൽ ആരൊക്കെ നമ്മുടെ കയ്യിലോ കൂടെ നിൽക്കുന്നുണ്ടെന്ന് അറിയാം. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എല്ലാം ഉള്ളപ്പോഴേ എല്ലാവരും കൂടെ ഉള്ളൂ. അതൊരു വലിയ കാര്യം തന്നെയാണ്. അത് ഓപ്പൺ ആയിട്ട് ഞാൻ പറയുക. കാരണം നമ്മുടെ ഒരു മോശം സമയത്ത് ഈവൻ നമ്മൾ നല്ല ഫ്രണ്ട്സ് നിൽക്കുന്ന സമയത്ത് നല്ല കൂട്ടിട്ടുള്ള സമയത്തുള്ള ആൾക്കാർ പോലും ഒരു മോശം സമയത്ത് ആരും വിളിച്ചാൽ ഫോൺ പോലും എടുക്കില്ല. പക്ഷെ എനിക്കത് 2-3 ഇൻസ്റ്റൻസസ് എൻ്റെ വളരെ ക്ലോസ് ആയിട്ട് നിന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ കുറച്ച് ഇതാണെന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നെ എന്നെ അടുപ്പിച്ചിട്ടില്ല. പിന്നെ എനിക്ക് അങ്ങനെ മനസ്സിൽ തട്ടുന്ന കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഡേർട്ടി ഗെയിം അതിലുണ്ട്. അപ്പോൾ അത് സമയം കൊണ്ടും അതിൻ്റെ ഒരു ചക്രം പോലെയാണ്. ശരിക്കും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എവിടെയെങ്കിലും അതൊരു ബുൾസായി നമുക്ക് കിട്ടും. ക്വിസ് റൗണ്ട് എത്തിയിരിക്കുകയാണ്. ക്വിസ് റൗണ്ട് ഞങ്ങൾ ഒരു ടീമാണല്ലോ അല്ലേ? അല്ല, നിങ്ങൾ നിങ്ങളെ പിരിക്കാൻ പോവുകയാണ് ഞാൻ കേട്ടോ. ജോജി നീ തമ്മിൽ അടിച്ച് പിരിഞ്ച് മാറും കേട്ടോ. നമ്മൾ എന്തോലും പഠിച്ച് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മയുണ്ട്. കുട്ടിക്കാലത്ത് പഠിച്ച ജനറൽ നോളജ് ഒന്നും എന്റെ മനസ്സിലൊന്നും ഒന്നുമില്ല. അതുപോലെ നിങ്ങളുടെ മനസ്സിലൊന്നും ഇല്ലെങ്കിലും നാണം കണ്ട കാര്യമില്ല. നമുക്കൊരു മത്സരമായിട്ട് തന്നെയാണ്. നാണം കെടുന്ന ഭയങ്കര നാണക്കേടായിരിക്കും. ഓക്കെ, ഒരാളിവിടെയും ഒരാളെവിടെയും ഇരിക്കണോ? ഓടിപ്പോകാതിരിക്കും. ഇപ്പൊ ഇതിലൊരു ലൈഫ് ലൈൻ ഒരു സംഭവമൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലൈഫ് ലൈൻ ഇത്രയാണ്. നിങ്ങൾക്ക് ഓർക്കസ്ട്ര എന്നുള്ള ഏതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഉത്തരം അറിയത്തില്ലെങ്കിൽ അദ്ദേഹത്തിനും ഉത്തരം അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ അകത്തുനിന്നും ഒരു ഓപ്ഷൻസ് തിരഞ്ഞെടുത്ത് ഈ പറയുന്നത് പോലെ ചെയ്യണം. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഒരു ആനുകൂല്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലൈഫ് ലൈൻ ആ സുഹൃത്തിന് ഉത്തരം അറിയത്തില്ലെങ്കിൽ അവര് തന്നെ ഇത് ചെയ്യേണ്ടതായിട്ട് വരും. ശിക്ഷ അവര് തന്നെ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും. ഇപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് ഓരോ സുഹൃത്തിനെ തിരഞ്ഞെടുക്കാം. ലൈഫ് ലൈൻ ഏതാ? ലിനു. ആ അത്ര നേരം കുഴപ്പമില്ല. അത് കഴിഞ്ഞപ്പോ അടൂർസാറിന്റെ പടത്തിൽ അഭിനയിക്കണ പോലെ. അപ്പൊ ലിജുവിനെ എടുത്തു കേട്ടോ. ഇദ്ദേഹം ലിനു, ഇദ്ദേഹം ലിജുവിനെ. ഓക്കെ, നമ്മൾ മത്സരം തുടങ്ങിക്കോട്ടെ. ആദ്യം ഡോക്ടറിനോടാണ് കേട്ടോ. ഡോക്ടർ റോണിയോടാണ് ആദ്യത്തെ ചോദ്യം. ഡോക്ടറിനോട് ആദ്യം. ഡോക്ടർ പശുപതി എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? ഓപ്ഷൻസ് ഉണ്ട്. സത്യനന്ദിക്കാട്, രാജസേനൻ, അടൂർ ഗോപാലകൃഷ്ണൻ, ഷാജി കൈലാസ്. ഒരു സംശയമില്ല. ഉത്തരം കറക്റ്റ് ആണ്. ഷാജി കൈലാസ് എന്ന് പറഞ്ഞ ഇപ്പത്തെ ആക്ഷൻ, അത് ലാലേട്ടനെ വെച്ച് നരസിംഹം അങ്ങനെ തുടങ്ങിയ ബാബ കല്യാണി തുടങ്ങിയ 6-ാം തമ്പുരാൻ എടുത്ത ഇദ്ദേഹമാണോ ഡോക്ടർ പശുപതി പോലെ ഈ ഒരു സിനിമ എടുത്ത് വെച്ച് നമ്മൾ ഞെട്ടിച്ച് കളയും. ഷാജി കൈലാസ് സാറിന്. ഇനി അടുത്ത ചോദ്യം. ഇവിടെ മലയാളത്തിലെ ആദ്യത്തെ സിനിമ സ്കോപ്പ് റൗണ്ട്. ക്ലൂ ഉണ്ട്. കണ്ടം വെച്ചകോട്ട്, പടയോട്ടം, മൈഡിയർ കുട്ടിച്ചാത്തൻ, തച്ചോളിയമ്പ്. ലൈഫ് ലൈനിലോട്ട് പോവുകയാണോ? ലൈഫ് ലൈനിലോട്ട് പോണോ? അല്ലെങ്കിൽ ഉത്തരം പറയാം. പടയോട്ടം.
എന്റെ പൊന്നേ ഫസ്റ്റ് ഉത്തരം തന്നെ തെറ്റിച്ചിരിക്കുകയാണ്. തെറ്റിയോ അത്? അപ്പൊ ഓപ്ഷൻസ് എടുത്തോളൂ. ഉത്തരം അല്ല, പുള്ളിക്ക് എന്നെ കണ്ണ് കാണിച്ച് ഇനി പുള്ളിക്ക് കൊടുത്തൂടെ? ഇല്ല, ഇനി തച്ചോളിയാമ്പൂ. തച്ചോളിയാമ്പൂ ആണ് ഉത്തരം. എടുത്തു. എന്താണ്? തേങ്ങ പൊതിക്കുക. തേങ്ങ പൊതിക്കുക. തേങ്ങ എവിടെ? തേങ്ങ എവിടെ? അയ്യോ, തേങ്ങയൊക്കെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ആ തേങ്ങ ആരെ പൊതിക്കാൻ? ഞാനോ? ഇന്ന് പൊതിച്ച് തീരുവോ? ആ കൊണ്ടുവന്നോ. മിക്കവാറും ഒരു പേഷ്യന്റിന് ഇവിടെ തന്നെ കിട്ടും. സാധാരണ വീട്ടമ്മമാർക്കൊക്കെ 5 സെക്കൻഡ് കൊണ്ട് അവർക്ക് പറ്റും. പക്ഷെ ആണുങ്ങൾ ഈ വക കാര്യങ്ങളോട്ട് അങ്ങനെ തിരിഞ്ഞു നോക്കാറില്ല. പക്ഷെ അവർ മനസ്സ് വെച്ചാൽ പറ്റും. പക്ഷെ കൃഷ്ണയെ പോലുള്ള ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടൊരു നടൻ ഇത് ചെയ്യാൻ അറിയൂ. കൃഷ്ണയ്ക്കൊക്കെ ഇതൊക്കെ പറ്റൂ. ഇവരെ പോലുള്ളവരൊക്കെ ഇതൊക്കെ ചെയ്യൂ. നമുക്ക് നോക്കിക്കളയാം. ആ റെഡി? കഴിഞ്ഞ് കഴിഞ്ഞിപ്പോ എന്താ? കൃഷ്ണ സൂപ്പർ. ഓ ഇങ്ങനെയായിരിക്കണം. ഇങ്ങനെയായിരിക്കും. എന്റെ ദൈവമേ എത്ര ഫാസ്റ്റ് ആയിട്ട് പൊതിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങ ഉപയോഗിച്ച് ഡോക്ടറിന്റെ തല എറിഞ്ഞു പൊട്ടിക്കുക. അപ്പൊ തന്നെ ഈ ഡോക്ടറിന് ഒരു അത്യാഹിതം വന്നു കഴിഞ്ഞാൽ ആര് കൊണ്ടുപോകും എന്ന് നോക്കാം. റിവ്യൂ കൊണ്ടുപോകും. ആ ഈ അടുത്ത് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? ഉദാഹരണം മത്തി, ഉണ്ണിമേരി, ഉണ്ണിമേരിയോ? ഷീല, കരിമീൻ. അങ്ങനെയൊക്കെ ഉണ്ട്. കരിമീൻ. കറക്റ്റാ നീ മനസ്സിൽ പറയുന്നത്. അത് തന്നെയാടാ, അത് തന്നെയാ. മത്തി. മത്തിയാണോ? ആണോ? കൈ നീട്ടിട്ട് ഞാൻ പറയാം. ശരിയാണെങ്കിൽ ഞാൻ കയ്യിൽ അടിക്കും. അയ്യോ, കേട്ടോ? ശരിയാണെങ്കിൽ കയ്യിൽ അടിക്കും. കൈ കാണിക്കേ. ഞാൻ അടിക്കൂല്ലോ നോക്കണല്ലോ. മത്തിയാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം. കറക്റ്റ് ഉത്തരമല്ല. ഉത്തരം കരിമീനാണ്. അയ്യോ, കേരളത്തിന്റെ കരിമീനും സാധാരണക്കാരന്റെ ഭക്ഷണം മത്തിയാണ്. കള്ളം കരിമീൻ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഞാൻ കരിമീൻ കോസ്റ്റയാണെന്ന് വെച്ച് മാറ്റി പറഞ്ഞ വന്നതാ. ലൈഫ് ലൈൻ എടുത്തുകൂടായിരുന്നോ? ഓപ്ഷൻസ് തിരഞ്ഞെടുത്തോ. ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ഏതാ? മത്തിയാണോ കരിമീനാണോ? അത് ചോദിക്കട്ടെ. കരിമീൻ. എനിക്ക് മത്തി. ഒറ്റക്കാലിൽ നിൽക്കുക. സിമ്പിൾ അല്ലേ? അല്ലല്ല, എത്ര നേരം വേണം നിൽക്കാൻ പറ്റുമെന്നുള്ളതാണ്. അടുത്ത ആളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അദ്ദേഹം ഉത്തരം പറയുന്നോടം വരെ അങ്ങനെ നിൽക്കണം കേട്ടോ. ഓ ശരി. അപ്പൊ ഉത്തരം പറഞ്ഞില്ലെങ്കിലോ? അത് പിന്നെ ആലോചിക്കാം. അപ്പൊ നിന്നോ. ആ തുടങ്ങിയോ. ടൈം എടുക്കാല്ലേ? റെഡി. ആ ശരി. ഇനി അടുത്ത് കൃഷ്ണയുടെ അടുത്താണ്. ഞാൻ കേട്ടില്ല. കൃഷ്ണയുടെ അടുത്ത് ചോദിക്കാൻ പോവാ. ഞാൻ കേട്ടില്ല. അയ്യോ പൊട്ടനാണോ? ചോദിക്കാൻ പോവാ. പിടിക്കരുത്, നീ പിടിക്കരുത്. ഞാൻ പിടിക്കുന്നില്ല. ഞാൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. നീ പിടിക്കരുത്. അടിക്കില്ല. മനുഷ്യ ശരീരത്തിലെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടിക്കും. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. കൈ മാറ്റ്. ഇവിടെ പറ. കൈ, കാൽ, കരൾ, ത്വക്ക്. കസേര ഓടിക്കുവോ? കൈ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. മനസ്സിലായി. ആ ഉത്തരം തെറ്റാണ്. അദ്ദേഹം ഇനി ഇവിടെ നിൽക്കും. കരളല്ലേ? എന്റെ കരളേ. എന്റെ പൊന്നെ, ഇതും തെറ്റിച്ചല്ലോ. അല്ല അതെ, ഇനി മാറ്റിക്കോ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അത് ലിവർ ആണോ സ്കിൻ ആണോ എന്നുള്ള ഇപ്പോൾ കോൺട്രവേഴ്സിയാണ്. കറക്റ്റാ ഞാൻ പറഞ്ഞത്. കറക്റ്റാണ്. കാര്യമായിട്ട് പറഞ്ഞ ബിഗ്ഗസ്റ്റ് ഓർഗൻ എന്ന് പറഞ്ഞാൽ ലിവറിനാണ്. പക്ഷെ സ്കിൻ ആണോ ലിവർ ആണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. എന്നാ അത് ഞാൻ ക്ഷമിച്ചു കേട്ടോ. കരളല്ലേ? കരളാണ്. അത് പറഞ്ഞില്ല. അകത്താണോ പുറത്താണോ എന്ന് പറഞ്ഞില്ല. അല്ലല്ല, അത് ഇപ്പോഴും കോൺട്രവേഴ്സി ശക്തമായി നടക്കാണ്. അപ്പൊ ഇതൊരു ഇപ്പോഴും നിലനിൽക്കുന്ന മെഡിക്കൽ സയൻസിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ചോദ്യമായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ക്ഷമിച്ചിരിക്കുന്നു കേട്ടോ. അപ്പൊ അടുത്ത ശരി ഉത്തരം കൃഷിക്ക് നല്ലൊരു ഐഡിയ കൊടുക്കാം. അടുത്ത ചോദ്യം ഇവിടെയാണ്. ക്യാൻസർ ബാധിക്കാത്ത മനുഷ്യ ശരീരത്തിലെ അവയവം. കരൾ, ശ്വാസകോശം, ഹൃദയം, അന്നനാളം. ശ്വാസകോശം മലിനഭരിതമാണ്. ഹൃദയം ഒരു സ്പോഞ്ചിന്റെ വലിപ്പത്തിൽ. ഹൃദയം കൊണ്ടെഴുതുന്ന കവിത പ്രണയാമൃതം
അതിൻ ഭാഷ. അതുകൊണ്ട് തന്നെ അതിനൊരിക്കലും ക്യാൻസർ Cancer ബാധിക്കില്ല. ബാധിക്കില്ല. അടുത്ത ചോദ്യം ഇങ്ങോട്ടാണ്. ഒരു വ്യാഴവട്ടം എത്ര വർഷമാണ്? ഓ ലൈഫ് ലൈൻ പ്ലീസ്. അങ്ങനെ ലൈഫ് ലൈൻ ലിനു. ഉത്തരം ഇതാണ്. ഓപ്ഷൻസ് ആണ് 6, 12, 14, 16. ശരിക്കുമാണോ ലിനു? ഇവിടെ വന്ന് ഇങ്ങനെ അരങ്ങത്തൊന്ന് അഭ്യാസം കാണിക്കേണ്ട അവസ്ഥ വരുത്തരുത്. ഉറപ്പാണോ? അതാണോ ഒരു വ്യാഴവട്ടം? 12 തോന്നുന്നു. ഓ ഈ ലൈഫ് ലൈൻ ഈ സുഹൃത്തിനെ അല്ലാണ്ട് വേറെ ആരെയും കിട്ടിയില്ലല്ലോ എന്റെ സഹോദര. എടുക്കേണ്ട കാര്യമില്ല, കറക്റ്റ് ആണ്. കണ്ടോ നമ്മുടെ ലിനോസ് യോ മാൻ യോ. അടുത്ത ചോദ്യം വീണ്ടും ഡോക്ടറിന്റെ അടുത്താണ്. ഈ ജീവിക്ക് വലിയ കാലുണ്ട്, മുടിയില്ല, കണ്ണുണ്ട്, ത്വക്കുണ്ട്, വായുണ്ട്, തലയില്ല. ഈ ജീവിക്ക് വലിയ കാലുണ്ട്, മുടിയില്ല. അതായത് വലിയ കാലുണ്ട്, മുടിയില്ല. കണ്ണുണ്ട്, ത്വക്കില്ല, വായുണ്ട്, തലയില്ല. ഓപ്ഷൻസ് പറയൂ. ഓപ്ഷൻസ് ഇല്ല. ഓപ്ഷൻസ് ഇല്ലേ? ഇല്ല. ഓപ്ഷൻസ് വേണം. ഒരു ഓപ്ഷൻ, രണ്ട് ഓപ്ഷൻ പറയും. ഞാൻ പറയാം. ഓപ്ഷൻ കന്നുകാലിയും ഞണ്ടും. ഇത് രണ്ടെണ്ണത്തിൽ ഒന്നാണോ ശരി ഉത്തരം? രണ്ടെണ്ണത്തിൽ ഒന്ന് ശരി ഉത്തരം. അതെ. എന്തായിരിക്കും? നീണ്ട കാലുണ്ട്, തലയില്ല. കന്നുകാലിക്ക് തലയുണ്ട്, മുടിയില്ല. മുടിയില്ല. കന്നുകാലിക്ക് മുടിയുണ്ട്, കണ്ണുണ്ട്, ത്വക്കില്ല. ത്വക്കില്ല. ഞണ്ട്. ഉറപ്പാണോ? ഉറപ്പ്. കന്നുകാലിയാണോ ഞണ്ടാണോ? ഉറപ്പാണോ? കറക്റ്റ് ആൻസർ. കന്നുകാലി ഞാനിട്ടൊരു ക്ലൂവാ. മീൻ വിഭാഗത്തിൽ നമ്മളെ സമ്മതിക്കണം. കൃഷ്ണനോട് ചോദ്യം. മഴവില്ലിൽ എത്ര നിറങ്ങൾ? അല്ലല്ല, മഴവില്ലിലുള്ള നിറങ്ങൾ. ഇല്ല കളേഴ്സ് എത്ര ആദ്യം ചോദിച്ചത്. അല്ല അത് മാറ്റാൻ പറ്റില്ല. 7 നിറങ്ങൾ നമുക്കറിയാം. കളേഴ്സ് പറഞ്ഞാൽ മതിയല്ലോ. അത് അറിയാത്തോണ്ടല്ലേ. പറ. വിബ്ജോർ അല്ലടാ. വിബ്ജോർ എന്ന് പറഞ്ഞാൽ മതി. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. നല്ലൊരു കൈയടി കൊടുക്കാം. കാരണം മഴവിൽ മനോരമയുടെ ഏറ്റവും വേണ്ടപ്പെട്ടാണ് ഈ മഴവിൽ എന്ന് പറയുന്നത്. അതിന്റെ കളറുകൾ പറയാൻ അവകാശമുള്ള ഒരാൾക്ക് ഈ സീറ്റിൽ മനോരമയുടെ പ്രോഗ്രാമിന് വരാനുള്ള യോഗ്യതയുള്ളൂ. അത് കൃഷ്ണയ്ക്ക് ആവോളമുണ്ട്. ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. CBIയുടെ ഫുൾ ഫോം? സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. കൊച്ചു കുട്ടികളോട് വളരെ ഈസി ആയിട്ട് ചോദ്യം ചോദിച്ചോട്ടോ. അത് കൈയടി പോലും ഞങ്ങൾ തരത്തില്ല. കാരണം ഏത് എല്ലാ കുഞ്ഞിനും അത് അറിയാം. അടുത്ത ചോദ്യം. അതിന്റെ ഉത്തരം പറയുന്നവർക്ക് നമ്മൾ കേട്ടെ. ഏത് കൊച്ചു കുട്ടിക്ക് അറിയാവുന്ന ഉത്തരം പറഞ്ഞിരിക്കുന്നത്? ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. കണ്ടില്ലേ? ആരാ പറഞ്ഞ? അന്ന കത്രീനയുടെ അച്ഛനാന്ന് തോന്നുന്നു. റിമി നമ്മൾ വിചാരിക്കും ഒട്ടും ബുദ്ധി ഇല്ലാന്ന്, പക്ഷെ റിമിക്ക് ഭയങ്കര ജനറൽ നോളജ് ആണ്. അന്ന കത്രീനയുടെ അച്ഛൻ പറഞ്ഞതാ. ആ ചേട്ടനെ ഞാൻ എന്തെങ്കിലും കാണും, ആ ചേട്ടന് ഞാൻ ഒരു കൈയും കൊടുക്കും. എന്നെ ഇതുവരെ മനസ്സിലാക്കിയത് അന്ന കത്രീനയുടെ അച്ഛൻ മാത്രമാണ്. അച്ഛാ നന്ദിയുണ്ട്, അച്ഛാ നന്ദിയുണ്ട്. സീലിംഗ് ഫാനും ടേബിൾ ഫാനും തമ്മിലുള്ള വ്യത്യാസം? സിമ്പിൾ. ഇതൊക്കെ വേണോ ചോദ്യമായിട്ട്? പറഞ്ഞോ. സീലിംഗ് ഫാൻ സീലിംഗ് ഘടിപ്പിക്കുന്നത്, ടേബിൾ ഫാൻ ടേബിൾ ഘടിപ്പിക്കുന്നത്. അതല്ല ആണല്ലോ. വേറെ ഉത്തരം പറയാനില്ലല്ലോ. സീലിംഗ് ഫാൻ എത്ര ചിറകുണ്ട്? 8. ഏത് ചിറക്? ഞങ്ങളുടെ വീട്ടിൽ അതൊക്കെ ഉണ്ട്. നിങ്ങളുടെ ടേബിൾ ഫാൻ 3. കറക്റ്റ്. ശരി, അത് കറക്റ്റ് ഉത്തരമാണ്. പക്ഷെ ഇതാണ് പ്രധാന വ്യത്യാസം. സീലിംഗ് ഫാൻ ആന്റി ക്ലോക്ക് വൈസിൽ ലെഫ്റ്റിലേക്ക് കറങ്ങുന്നു, ടേബിൾ ഫാൻ റൈറ്റിലേക്ക് കറങ്ങുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എത്ര പേരെ കറക്കിയിട്ടുണ്ട്? ഞാനോ? കറക്കോ? അറ്റ്ലീസ്റ്റ് ഒരു പശുവെങ്കിലും കറക്കിയിട്ടുണ്ട്. ഡോക്ടറെ ഒരു കത്തി തരോടാ, എന്നെ ഒന്ന് കൊല്ല്. ഒരു ലൈഫ് ലൈൻ വേണം. ഒരു കൈയ്യടി തരൂ പ്ലീസ്. നല്ല സാധനമാണ്. കൂടുതൽ ചിന്തിക്കണ്ട. ഇത്രയും ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ആളെന്ന നിലയിൽ ഒരു സംശയവുമില്ല, എന്റെ പൊന്നെ മിസ്റ്റർ ബട്ട്ലേഴ്സിന്റെ 2 മിക്സി കൃഷ്ണയ്ക്ക് ലഭിക്കുക എന്നുള്ള അങ്ങനെ ഒരു അത്യാഗ്രഹം വേണ്ട മോനെ കേട്ടോ.
അല്ല അത് ചീറ്റിംഗ്. അതെങ്ങനെ ചീറ്റിംഗ് ആവും? ഞാൻ ജയിച്ചു, അപ്പൊ എനിക്കൊരു ഒരു മിക്സിംഗ് കൂടെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നിങ്ങൾ അല്ല റോണിയേക്കാളും നിങ്ങൾ ഒരു പടി താഴെയാണ് ക്വസ്റ്റ്യൻസ് പറഞ്ഞത്. ശരി, എന്ത് സമ്മാനം തന്നു കഴിഞ്ഞാൽ അതങ്ങ് വെറും കൈയോടെ അങ്ങ് മേടിക്കുന്ന ഒരു ശരിക്കും ഒരു മനുഷ്യന്റെ നല്ലൊരു മനസ്സുള്ള മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ടീച്ചർ പറയുന്ന പോലെ നീ അവന് കൊടുത്തോളൂ, കുഴപ്പമില്ല. കൃഷ്ണ ഒരു കാര്യം, അതിന്റെ പുറകിൽ ഒരു സമ്മാനം ഉണ്ട്, റോണിക്ക് കൊടുക്കും. തലയ്ക്ക് സ്വൈര്യം തരുന്നില്ല രണ്ടുപേരും കൂടെ. സ്വൈര്യം തരുന്നില്ല രണ്ടുപേരും കൂടെ. എന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് പറയാ ഞങ്ങൾക്ക് റിമിലൂടെ ഡാൻസ് ചെയ്യണം, ഞങ്ങൾക്ക് റിമിലൂടെ ഡാൻസ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊക്കെ ഭാര്യമാരും പിള്ളേരൊക്കെ ഉള്ള ആൾക്കാരല്ലേ, നിങ്ങൾ എന്തിനാ ഇപ്പൊ എന്റെ അടുത്ത് ഡാൻസ് ചെയ്യണം, എന്റെ അടുത്ത് ഡാൻസ് ചെയ്യണം പറഞ്ഞ്. ഞങ്ങൾക്ക് ഇതല്ലേ അവസരമുള്ളൂ, ഞങ്ങൾക്ക് ഈ അവസരം സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. കയ്യും വച്ച് കണ്ണിൽ കണ്ണും വച്ച് നെഞ്ചിൻ മന്ത്രം കൊണ്ട് ചേരുന്ന നേരം സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. കൃഷ്ണയുടെ ഇനി ഫ്യൂച്ചറിലോട്ടുള്ള കാര്യങ്ങൾ
ഞാനിപ്പോ ചെയ്തിരിക്കുന്ന ഒരു പരസ്യമാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു എവർലാസ്റ്റ് അലുമിനിയത്തിന്റെ ഒരു അപ്പം വലുതാക്കുന്ന ബോട്ട് ശരിയാ ആ ഒരു പരസ്യമാണ് ചെയ്തിരിക്കുന്നത്. ആ പരസ്യം കണ്ടിട്ട ഒരു തമിഴ് പടം എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ വിജയുടെ ബ്രദറിന്റെ കൂടെയുള്ളൊരു പടമാണ്. ശരി. മലയാളം തലൈവാസൽ വിജയ് അല്ല, അയ്യോ, ദളപതി വിജയുടെ ഒരു തമിഴ് പടം വന്നിട്ടുണ്ട്. മലയാളം വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പിന്നെ ശരിയാവുന്നില്ല. വരുന്നുണ്ട്, സംസാരിക്കുന്നത് ശരിയാവും, പിന്നെ നോക്കിയിരിക്കേണ്ടി വരും മലയാളം എപ്പോഴാണ് വരുന്നത്. അപ്പൊ നല്ലൊരു അവസരം വന്നാൽ ചെയ്യും. ഹോട്ടലൊക്കെ ഉണ്ടോ സ്വന്തമായിട്ട്? ചെറിയൊരു റെസ്റ്റോറന്റ് ഉണ്ട്, തന്തൂർ എന്ന് പറയുന്നത്. ശരി ശരി. അപ്പൊ എല്ലാം കൊണ്ട് നമ്മുടെ കൃഷ്ണ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. നല്ല സന്തോഷമായ കുടുംബം. കുഴപ്പമൊന്നുമില്ല. തമിഴ് പടവും വന്നു, മലയാളം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വന്താൻ വരട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് ഹോട്ടലൊക്കെ ഇല്ലേ, നമ്മള് തകർക്ക് തന്നെ. ഡോക്ടർ എൻ്റെ ഒരു സുഹൃത്ത് രൂപേഷ് പീതാംബരൻ ചെയ്യുന്ന ഒരു പടത്തിൽ മാത്രമേ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം ഈ വർഷം ഡോക്ടർ ജോലിയും ഇതെല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുപോണ്ടേ? ഈ വർഷം എപ്പോഴെങ്കിലും ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമായി നോക്കി നിൽക്കുന്ന കിട്ടുവോ കിട്ടില്ലയോ കിട്ടി അങ്ങനത്തെ ഒരു അവസരം ആർക്കും ഒരു സ്റ്റാൻഡ് ഇല്ല. ശരിയാ. രൂപേഷ് പീതാംബരന്റെ നല്ലൊരു പടമുണ്ട്. ബാക്കിയെല്ലാം വരട്ടെ. പേഷ്യൻസിനെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവരെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്കും നമ്മുടെ ഡോക്ടർ റോണിയുടെ അടുത്ത പൈസ ഒരു പ്രശ്നമേ അല്ല. എപ്പോ 24 മണിക്കൂറും ഡോക്ടർ റോണി അവൈലബിൾ ആയിരിക്കും. ഞാനൊരു കാര്യം നമുക്ക് വളരെ അഭിമാനപൂർവ്വം പറയാൻ എനിക്ക് ചെറിയ സംശയം, റിമി ചേച്ചി എന്നാണ് വിളിക്കുന്നത്? റിമി ജി എന്നാണ് വിളിച്ചത്. ചേച്ചി വിളിക്കാൻ പറ്റില്ലല്ലോ. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് എന്ത് വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. റിമി വേറൊന്നുമില്ല, റിമി ജി എന്ന് വിളിച്ചു. രമിജി വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ നമ്മുടെ സിനിമാ സുഹൃത്തുക്കളായിക്കോട്ടെ ഒരുപാട് പേര് നമ്മൾ വിളിക്കാറുണ്ട്. എത്രയോ പേര്. ഇപ്പം ഞാനിപ്പോൾ കൃഷ്ണയുടെ അടുത്ത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. എൻ്റെ അടുത്ത് ഒരു സുഹൃത്തിൻ്റെ 2 ആഴ്ച മുമ്പേ പുള്ളി പെട്ടെന്ന് വിളിച്ചു, റോണി എവിടെ? ഞാൻ പറയും ഹോസ്പിറ്റലിൽ. വെരി ഗുഡ്, ഇപ്പോൾ ഒരു സംഭവം വായിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചോളം പറഞ്ഞു. പറഞ്ഞു എന്തായിരുന്നു? അല്ലല്ല, അത് ഇപ്പോൾ വാട്സാപ്പിൽ വരും, ശ്രദ്ധിച്ചോളം. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറേ വരകൾ, കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറേ വരകൾ. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം എനിക്ക് മനസ്സിലായില്ല അത്. അപ്പോൾ ഞാൻ വിളിച്ചത് എന്താണിത് അയച്ചത് വെച്ചാൽ, ഇവിടെ തന്നെ എവിടുത്തെ ഡോക്ടറാണോ തന്നെ ഇന്ന് മനസ്സിലാവും, ECG ആണ് അയച്ചത്. ECG പുള്ളി ക്ലോസ് വ്യൂവിൽ എടുത്തിട്ട് പുള്ളി തന്നെ എവിടെ നിന്ന് അപ്പം ഞാൻ പറഞ്ഞു, അല്ല ഇത് എനിക്ക് ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞു. താൻ പെട്ടെന്ന് നോക്ക്, താൻ എന്ത് ഇവിടുത്തെ ഡോക്ടർ, താൻ ECG പെട്ടെന്ന് നോക്കിയിട്ട് റിപ്പോർട്ട് പറയും, വല്ല കുഴപ്പമില്ലെങ്കിൽ 2 അടിക്കാനാണ്. അപ്പൊ നമുക്ക് ആർക്കും എപ്പോഴെങ്കിലും വിളിക്കാവുന്ന ഡോക്ടർ. ശരി, മാക്സിമം കഴിക്കാണ്ടിരിക്കാൻ നോക്കാം. നമുക്കറിയാം ചേട്ടന്മാരൊക്കെ ഒത്തിരി ശീലിച്ചു പോയത് ബുദ്ധിമുട്ടാന്ന് അറിയാം. ലിജോ ലിനു ട്രൈ ചെയ്ത് നോക്കാം, അത്രയും ഞാൻ പറയുന്നു. പെട്ടെന്ന് നിർത്താൻ ഞാൻ പറയുന്നില്ല. കുറച്ചെടുത്താൽ മതി, കുറച്ച് 30 മിനിറ്റ് പോയാൽ മതി.